പ്രണയനിലാവ്. രചന അവതരണം മിത്രവിന്ദ. അനു, ഞാനിപ്പോൾ വന്നത് തന്നോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ. അത്ര നേരം കളിച്ചിരികളോടെ അനുപമയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ശിവ പെട്ടെന്ന് സീരിയസ് ആയപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഞാനും നീയും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അത് പറയാൻ വേണ്ടിയാ ഞാൻ നേരിട്ട് വന്നതും. കാര്യം പറയൂ ശിവ, വെറുതെ എൻ്റെ BP കൂട്ടല്ലേ. നിനക്കറിയാലോ വൃന്ദയുമായുള്ള കല്യാണക്കാര്യം. അതും അമ്മയും ഏട്ടത്തെയും തീരുമാനിച്ചതാണ്. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഒറ്റക്കെട്ടായി ഉറച്ച തീരുമാനത്തിലാണ്. ഞാൻ വൃന്ദയെ വിവാഹം കഴിച്ചേ പറ്റൂ. അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ചില ദേഹാസ്വസ്ഥതകളൊക്കെ വന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചത് എന്തുപറ്റി, അമ്മയ്ക്ക് വിഷമിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചോ എന്നാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊരേ ഒരു കാരണക്കാരൻ മാത്രമേ ഉള്ളൂ. അത് ഞാനാണെന്ന് പറഞ്ഞ ഏട്ടനും അനുജത്തിയുമൊക്കെ എന്നോട് വഴക്കായിരുന്നു. അതുകൊണ്ട് വൃന്ദയെ വിവാഹം കഴിക്കുകയല്ലാതെ മറ്റൊരു മാർഗം എനിക്കിപ്പോഴില്ല. ശിവ, അനുപമ ഒരൊറ്റ അലർച്ചയായിരുന്നു. മുൻകൂട്ടി പ്രതീക്ഷിച്ചതായതുകൊണ്ട് ശിവയ്ക്ക് മറ്റൊന്നും തോന്നിയതുമില്ല. ഇതെന്തൊക്കെയാണ് ശിവ നീ പറയുന്നത്? വൃന്ദയെ നീ കല്യാണം കഴിക്കാൻ പോവാണോ? അപ്പൊ എനിക്കിനി ആരാ ഉള്ളത്? ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. നീ എനിക്കുള്ളതല്ലേ ശിവ. അനു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ്റെ നെഞ്ചിൽ വീഴാൻ തുടങ്ങിയതും ശിവ കൈയെടുത്ത് വിലക്കി. നോ നോ, അവിടെ നിന്നാ മതി. ഞാനൊരു നോയമ്പാണ് കുട്ടാ, പറഞ്ഞില്ലേ നിന്നോട്? ശിവ, എന്നിട്ട് നീ എല്ലാം സമ്മതിച്ചോ? അവളെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചോടാ? അങ്ങനെ വന്നാൽ ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കും, ഉറപ്പ്. അവൾ പിന്നെയും ഉറക്കെ കരഞ്ഞു. നീ ഇങ്ങനെ തുടങ്ങരുത്. എല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുവാ. എൻ്റെ പൊന്നുമോളെ, നീ കരയാതെടാ. അവനാണെങ്കിൽ മാക്സിമം സങ്കടം വാരിക്കോരി ഇടുകയാണ്. നിന്നെ വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല ശിവ, ഉറപ്പാ. നീ അവളെ കല്യാണം കഴിക്കണ്ട. അവളെ എന്തിനു കൊള്ളാം, എങ്ങനെ നിന്റെ കൂടെ കിടത്തും കണ്ടച്ചാ മതി. അവൾ അടുത്ത് വരുമ്പോ പോലും വല്ലാത്ത നാറ്റമാ. തല നിറച്ച് എണ്ണയും കോരിയൊഴിച്ചു വരും. അറപ്പോടെ പറയുകയാണ് അനുപമ. അത് കേട്ടതും ശിവയ്ക്ക് തന്റെ നാഡീഞരമ്പുകളും വിറഞ്ഞു കയറുന്നുണ്ട്. എങ്കിലും സംയമനം പാലിച്ച് അവൻ പിടിച്ചു നിന്നു. മുത്തേ കരയല്ലേടാ, ഞാനൊന്ന് പറയട്ടെ. അവൻ അവളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു കളയാൻ എൻ്റെ അനുക്കുട്ടി എന്തെങ്കിലും തെറ്റിയതോ? ഈ ശിവയെ അല്ലാതെ മറ്റൊരു പുരുഷനെ ഒരിക്കൽ പോലും നീ സങ്കല്പിച്ച പോലും നോക്കിയില്ലെന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാൻ പൊന്നെ. അതും പറഞ്ഞുകൊണ്ട് അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അനു അല്പം പരിങ്ങി. വെറും 1 വർഷത്തേക്ക് മാത്രമായിരിക്കും വൃന്ദ എൻ്റെ ഭാര്യയായി ജീവിക്കുന്നത്. അതും എൻ്റെ കുടുംബത്തിലുള്ളവരുടെ മുന്നിൽ മാത്രം. 1 വർഷമെന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കും മുന്നേ അങ്ങ് കഴിഞ്ഞു പോകും. അതിനുശേഷം ഞാൻ അവളെ ലീഗലി ഒഴിവാക്കും. ശേഷം നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ആർഭാടമായി ആളറിഞ്ഞ് നമ്മൾ ആഘോഷിക്കും. എന്നിട്ട് നമ്മൾ രണ്ടാളും സുഖമായി സന്തോഷത്തോടെ കഴിയും. അനുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശിവ അത് പറയുമ്പോൾ അവളിൽ നേരിയ ആശ്വാസഭാവം പടർന്നു. പിന്നെയും കുറേ നേരമെടുത്തു അവൻ അവളെ ഒന്ന് തൻ്റെ വഴിയിലേക്ക് അടുപ്പിച്ചപ്പോൾ. ശിവ, നിന്നെ ഞാൻ വിശ്വസിച്ചോട്ടെ? ഇതെന്താനു ഇങ്ങനെ തുടങ്ങുന്നത്? നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ലല്ലേ? ഇക്കുറി അവനാണ് മുഖത്ത് സങ്കടം വാരി വിതറിയത്. അങ്ങനല്ല ശിവ, ഞാനെൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ, അല്ലാണ്ട് നിന്നെ വിശ്വാസമില്ലഞ്ഞിട്ടല്ല. എനിക്കറിയാടാ എൻ്റെ സാഹചര്യം, അത് നീയൊന്ന് മനസ്സിലാക്ക്. അവൾ അറിഞ്ഞു ഈ വിവരം? വൃന്ദയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അനുവിൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അറിഞ്ഞു. എന്നിട്ട് എങ്ങനെ ശിവ, നിന്നോടവൾ കൂടുതൽ അടുപ്പം വല്ലതും കാണിച്ചോ? ഏയ് ഇല്ലടാ, അങ്ങനൊന്നും ഇല്ലെന്നേ. ഈ എഗ്രിമെന്റ് അവൾ സമ്മതിക്കുവോ? സമ്മതിക്കും, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. അനുവിൻ്റെ അടുത്ത് നിന്നിറങ്ങുമ്പോൾ അവളാണെങ്കിൽ ശിവയെ ഒന്നുകൂടെ പുണരാൻ വന്നു. യോ പെണ്ണെ, എൻ്റെ നോയമ്പ്, അത് മറക്കല്ലേ നീ. അവൻ പിന്നോട്ട് ആഞ്ഞുകൊണ്ട് അവളെ കണ്ണിറക്കി കാണിച്ചു. അനുവിനെ നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് അകന്നവൻ പോയപ്പോൾ ആ ഉള്ളിൽ അവളോടുള്ള പക ആളിക്കത്തി.
എടി പുല്ലേ, നീ എന്താ വിചാരിച്ചത്? എന്നെ വെറും ഉണ്ണാക്കനാക്കാന്നോടി? അവിടെ നാടകം, അതും എൻ്റെ അടുത്ത്. ഈ ശിവ ആരാണെന്ന് നീ അറിയും. ഏതവന്റെ കൊച്ചിനെയടി നീ വയറ്റിലുണ്ടാക്കിയത്? അത് നിന്നെക്കൊണ്ട് പറയിക്കും. ഇല്ലെങ്കിലേ ഈ മീശയും വെച്ച് നടന്നിട്ട് എന്താ കാര്യം? നീ ഓഫീസിലേക്ക് വാ, കളി അവിടെയാണ്. ഒറ്റയടിക്കല്ല, ഇഞ്ചിഞ്ചായി നിന്നെ വേദനിപ്പിക്കും. വൃന്ദയെ വെച്ച് ഞാൻ നിനക്കിട്ട് പണി തരും. അവൻ പല്ല് ഞെരിച്ചു. വൃന്ദ ഓഫീസിലെത്തിയപ്പോൾ ശിവയെ അവിടെയൊന്നും അവൾ കണ്ടില്ല. സമാധാനത്തോടെ അവൾ തന്നെ ചെയറിലേക്ക് പോയിരുന്നു. ഇളം പച്ച നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് അവളുടെ വേഷം. ആ വൃന്ദ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സാരി കാണാൻ. അടുത്തിരുന്ന് ചിപ്പി പറഞ്ഞപ്പോൾ അവൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് സിസ്റ്റം ഓൺ ചെയ്തു. തലേദിവസം ഓഫീസിൽ വരാഞ്ഞതുകൊണ്ട് അത്യാവശ്യം വർക്കുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ സൂക്ഷ്മതയോടെ നോക്കുകയാണ് വൃന്ദ. ആ സമയത്താണ് അവളുടെ ഫോണിൽ ഒരു കോൾ വന്നത്. എടുത്തു നോക്കിയപ്പോൾ വൈശാഖ്. പെട്ടെന്ന് തന്നെ അവൾ അത് അറ്റൻഡ് ചെയ്തു. ഹലോ വൈശാഖ്. എടി, എനിക്ക് ദുബായിൽ ഒരു ജോലി ശരിയായി. എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്ന് രാത്രി 2 മണിക്കാണ് ഫ്ലൈറ്റ്. എന്നിട്ട് നീ ഒരക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. പോകാറായപ്പോ വിളിച്ചേക്കുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് 1 മാസമായതാ. ഇത്രയും ദിവസമായിട്ടും വിവരമൊന്നും ലഭിക്കാഞ്ഞപ്പോ ഞാൻ കരുതിയത് കിട്ടില്ലെന്നാ. വിശ്വസിച്ചു. അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വൈശാഖിനോട് പറഞ്ഞു. 2 ദിവസം ആയതേ ഉള്ളൂ വിസ വന്നിട്ട്. ഞാൻ ആകെ ഓട്ടപ്പാച്ചിലായിരുന്നു പെണ്ണെ. സത്യം പറഞ്ഞ വിളിക്കാനും മറന്നുപോയി. എന്നിട്ടെന്താ ഇപ്പൊ ഓർത്തത്? അതൊന്ന് കേൾക്കട്ടെ. പറഞ്ഞുകൊണ്ടവൾ തിരിഞ്ഞതും ശിവയുടെ നെഞ്ചിലിടിച്ചാണ് നിന്നത്. പെട്ടെന്ന് മുഖമുയർത്തിയതും ശിവയുടെ വലങ്കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു. നിലവിളിച്ചുകൊണ്ട് വൃന്ദ പിന്നോട്ട് മാറി. എന്നാടാ ചക്കരെ, കണ്ണേട്ടം പിടിച്ചില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ വീണു പോയേനെ. ശോ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. കുറുമ്പോട് കൂടി അവൻ പറഞ്ഞപ്പോൾ അല്പം പതർച്ചയോടെ വൃന്ദ തന്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി. വൈശാഖിന്റെ കോൾ. എന്നിട്ട് അവൾ കട്ട് ചെയ്തു. ആരോടാ ഇങ്ങനെ മതിമറന്ന് സംസാരിച്ചത്? അത് ചോദിക്കുമ്പോൾ അവന്റെ നെറ്റിയിൽ നീളൻ വരകൾ വീണു. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. വൃന്ദ പതിയെ പിറുപിറുത്തു. ഓക്കെ ഓക്കെ. പിന്നെ വൈകുന്നേരം ഒരുമിച്ച് പോകാം കേട്ടോ. ഇനി ബസ്സിലൊന്നും കയറി എൻ്റെ കൊച്ചു കഷ്ടപ്പെടണ്ട. ഞാൻ എന്നും ബസ്സിലാ പോകുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. അതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല സർ. ശരി. അതാണ് വൃന്ദയുടെ ഇഷ്ടമെങ്കിൽ താൻ ബസ്സിൽ പോന്നോളൂ. പ്രോബ്ലം എന്നൊന്നും ഇനി ഈ കണ്ണേട്ടം പറയൂന്ന് എൻ്റെ കൊച്ചു കരുതണ്ടെന്നേ. മര്യാദയ്ക്ക് 5:15 ആവുമ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നോണം. ഇല്ല. അവൾ മുഖം വെട്ടിത്തിരിച്ചു. ദേ പെണ്ണെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പറയുന്നതങ്ങ് അനുസരിച്ചാൽ മതി. എത്ര നാളത്തേക്ക് അനുസരിപ്പിക്കാനാ നിങ്ങളുടെ തീരുമാനം? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ വൃന്ദ. 1 വർഷം. ഒരേ ഒരു വർഷം. അതിൻ്റെ അപ്പുറം ഒരു ദിവസം പോലും തന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, ഉറപ്പ്. അവനെ നോക്കി പുച്ഛഭാവത്തിൽ അവൾ ഒന്ന് ചിരിച്ചു. എന്തു പറയാനാ, അമ്മ ഒരു പാവായി പോയില്ലേ. അമ്മയുടെ ഏതാഗ്രഹവും ഞാൻ സാധിപ്പിച്ചു കൊടുത്താലേ എനിക്ക് സമാധാനമാകൂ. അതാണ് പ്രോബ്ലം. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തനിക്ക് ഈ വിവാഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് വേറെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താം. അതിന് മറുപടിയൊന്നും പറയാതെ വൃന്ദ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. നമ്മുടെ കുഞ്ഞിപ്പെണ്ണെന്തു പറയുന്നു പൊന്നി? അവൾ കോളേജിൽ പോയിക്കുവാ. എൻ്റെ അന്വേഷണം അറിയിക്കണേ. നിന്നെപ്പോലെ കൂതറ സ്വഭാവമല്ല ആ കുട്ടിയുടേത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ. നിനക്കെൻ്റെ അനുജത്തിയെ പരിചയമില്ലേ മാളവിക? കണ്ടിട്ടുണ്ട്. നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആ, അവൾ പഠിച്ചുകൊണ്ടിരിക്കുവാ. അതുകൊണ്ടാ കേട്ടോ. നിന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ വിളിക്കും. അവനെ നോക്കി തലകുലുക്കി സമ്മതിച്ചിട്ട് വൃന്ദ തന്റെ ചെയറിലേക്ക് പോയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പിന്നീട് ശിവയെ അവൾ കണ്ടത്. അവനാണെങ്കിൽ നല്ല തിരക്കിലും ഏതൊക്കെയോ വർക്ക് സൈറ്റിലേക്ക് പോയതാണ്. അവിടെ നിന്നും മടങ്ങിയെത്തിയപ്പോൾ സമയം 3 മണിയായി. ഓഫീസിലെ സ്റ്റാഫിനെ എല്ലാവരെയും അവൻ കോൺഫറൻസ് ഹാളിലേക്ക് വിളിച്ചു. എന്താണ് ഇത്ര അർജന്റായിട്ട് പറയാനുള്ളത്? ഇനി കല്യാണക്കാരിയാണോ ആവോ? വൃന്ദ ചിന്തിച്ചു നോക്കി. എല്ലാവരും തിരക്കിലാണെന്നറിയാം. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയത്. എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു കേട്ടോ.
കല്യാണത്തിൻ്റെ ഡേറ്റും സമയവും മുഹൂർത്തവുമൊക്കെ അവൻ സ്റ്റാഫിനോട് എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. പെൺകുട്ടി ആരാണ് സാർ? അനുപമയുമായിട്ടുള്ള ചുറ്റിക്കളികളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം. അവൾ തന്നെയാണെന്ന് കരുതിയാണ് സുധീഷ് ശിവയോട് ചോദിച്ചതും. അവൻ എന്താണ് പറയുന്നതെന്ന് അറിയുവാനായി വൃന്ദ കാത് കൂർപ്പിച്ചു നിന്നു. പെൺകുട്ടി ആരാണെന്നുള്ളത് ഒരു ബിഗ് സർപ്രൈസ് ആണ്. വിവാഹത്തിന് വരുമ്പോൾ നിങ്ങൾ നേരിൽ കണ്ടാൽ മതി. ഒരു ക്ലൂ തരാം. നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ആൾ തന്നെയാണ്, അല്ലേ വൃന്ദ? ശിവ ചോദിക്കുന്നത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എല്ലാവരും വന്നിരിക്കണം. ഞാൻ ഇനി മുതൽ കുറച്ചേറെ തിരക്കുകളിലാണ്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തത്. ഓക്കെ സാർ, തീർച്ചയായും ഞങ്ങൾ എല്ലാവരും വരും. സുധീഷും ചിപ്പിയും സ്റ്റെല്ലയും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. സാർ സാർ എന്തൊരു നീറ്റാണ്, നല്ല പേഴ്സണാലിറ്റിയും. പക്ഷെ അനുപമ, ആ പെണ്ണുമ്പിള്ളയുടെ ഭാഗ്യം. ഇത്രയും നല്ലൊരാളിനെ അവരുടെ ഭർത്താവായിട്ട് കിട്ടൂലോ. ഇനി കല്യാണം കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും അവൾ വാരി അലക്കും, അല്ലടി വൃന്ദ? ചിപ്പി ചോദിച്ചതും വൃന്ദ ഒന്നും പറയാതെ മൗനം പാലിച്ചു. നീ എന്താ പെണ്ണെ ഇങ്ങനൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയടോ. ഞാൻ എന്തു പറയാനാ? വിവാഹത്തിൻ്റെ അന്ന് കാണാമെന്നല്ലേ സാറ് പറഞ്ഞത്? അന്ന് കണ്ടാൽ മതി. ഇവളുടെ മുഖം കണ്ടാൽ ഓർക്കും ഇവക്കെന്തോ വല്ലാത്ത നഷ്ടബോധമാണെന്ന്. നിനക്കിനി സാറിനോട് വല്ല പ്രണയമുണ്ടോടി? ഉണ്ടെങ്കിൽ കാര്യം പറ, നമുക്ക് സെറ്റാക്കാം. സ്റ്റെല്ല പറഞ്ഞതും വൃന്ദ അവളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. നിനക്ക് വേറെ വലുതും സംസാരിച്ചൂടെ? എന്തിനാ എൻ്റെ മെക്കിട്ട് കയറുന്നത്? കുത്തി വീർപ്പിച്ച മുഖവുമായി വൃന്ദ ചെന്ന് തൻ്റെ ചെയറിലിരുന്നു. അപ്പോഴേക്കും വൈശാഖിൻ്റെ മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട്. താൻ ഇത്തിരി ബിസിയാണെന്നും കുറച്ചു കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ തിരിച്ചു വിളിക്കാം എന്നുമൊക്കെ അവൾ അവനോട് അറിയിച്ചു. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശിവ അവൻ്റെ കാറ് കൊണ്ടുവന്ന് വൃന്ദയുടെ അരികിലായി നിർത്തി. എന്നിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് അവളോട് കയറാൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം സാറ് പറയുന്നത് ഞാൻ അനുസരിക്കും. അതുവരെ എനിക്ക് എൻ്റെ തീരുമാനങ്ങളുണ്ട്. ഓക്കെ, നീ കയറിക്കേ, നമുക്കൊരിടം വരെ പോകാനുണ്ട്. എനിക്ക് എങ്ങോട്ടും വരാൻ താല്പര്യമില്ല. സാറിൻ്റെ പണി നോക്ക്. അതും പറഞ്ഞുകൊണ്ട് വൃന്ദ വേഗത്തിൽ നടന്നുപോയി. അവളുടെ അരികിലായി വന്നുകൊണ്ട് അവൻ ഒന്നുകൂടെ വണ്ടി ഒതുക്കി നിർത്തി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്റെ തീരുമാനം നടക്കട്ടെ. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ തീരുമാനിക്കും, നീ അനുസരിക്കും. ഇല്ലെങ്കിൽ ഈ ശിവശങ്കർ നിന്നെ അനുസരിപ്പിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. തുടരും.